ഹലോ, ഗുഡ് നൈറ്റ് വീഡിയോയിൽ വന്നതാണ്. നമ്മുടെ ഡെക്സ ബേബിക്ക് നല്ല പ്രാന്തളകിക്കിന്. ഞാനിവിടെ ഇരുന്ന് ഹലോ പറഞ്ഞ വടന്ന് ഓടി വന്ന് ഒരു ഉമ്മയൊക്കെ തന്നു പോയി. ഇനി വിളിക്കേണ്ട വെച്ചിട്ടായിരിക്കും. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കല്ലേ. നമ്മളെ മോൾ ആദ്യം തന്നെ പോയി വരുമ്പോൾ നിഗിമോനൊരു ടാബ് കൊണ്ട് കൊടുത്ത്. നിഗിമോ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഇത് ഇവിടെ ഇട്ട് മറന്നു പോയത്. അതിൻ്റെ കോലപ്പം എന്താണെന്ന് അറിയാതെ. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഓൻ ഇതിൻ്റെ മുകളിൽ ഉറുമ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉറുമ്പിനെങ്ങനെ തട്ടിയത് അവൻ്റെ കൈമന്ന് വീണ് വെച്ച് ഓരവിടെ ഒരു ആരമതിലുണ്ട്. അതിൻ്റെ മുകളിൽ ചെന്ന് വീണ് ഈ തോതിലായിപ്പോയി. അങ്ങനെയാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പം കാണിച്ചാട്ടോ. അവിടെ ഇരുന്ന് ഇത് നോക്കിയേനെ. അപ്പോൾ അങ്ങനെ ഇതൊന്നും ഇപ്പോൾ ബോധിക്കില്ല. അപ്പോൾ ഫോണൊക്കെ പറ്റുള്ളൂ. അവൻ്റെ അമ്മേൻ്റെ ഫോണാണ് കൊണ്ടുനടക്കുക. അപ്പോൾ നമുക്ക് അതൊന്നുമല്ല പറയാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മളെ എന്താണ് പെരുന്നാളൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ട് എല്ലാവരും ആഘോഷിച്ചില്ലേ. നമ്മളും ആഘോഷിച്ചിട്ടോ. നൈറ്റിൽ നമ്മൾ ഒരു പിന്നെ അൽഫാം മന്തി വെച്ച് നമ്മൾ അതെല്ലാം നമ്മൾ പെരി പെരി ചിക്കൻ ബിരിയാണി ആയിപ്പോയി. അപ്പോൾ സൂപ്പറായിന്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെച്ചതായതിനെ കൊണ്ട് പറയല്ല. ഇനിയിപ്പോൾ അങ്ങനെ കണ്ടതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാൻ പോവാണ്. നമുക്ക് അതൊന്നും പറ്റില്ല. അവിടെ മുഴ ഇവിടെ മുഴയൊക്കെ വരും. എനിക്ക് തലയ്ക്ക് ഇങ്ങനെ ഓരോ ഉണ്ട വരും. എന്താണെന്നാവോ, മെഴുക്കൊന്നും പറ്റൂല. കൊളസ്ട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഹൃദയം നിറഞ്ഞ ഗുഡ് നൈറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് നൈറ്റ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം പറയാം. എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവില്ലേ. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം ഒന്ന് എൻ്റെ ഈ വീഡിയോ ഇച്ചിരി കണ്ടിട്ട് പോകാം. കുറച്ചേ പറയണുള്ളൂ. കുറേശ്ശെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇനി എല്ലാ പ്രാവശ്യം പറയുന്ന മാതിരിയല്ല. ഇനി നമ്മളെ കഥ നിർത്തിയാൽ നമുക്ക് തന്നെ അതിനോടുള്ള ഇഷ്ടങ്ങൾ കുറഞ്ഞു പോകുന്നത്. അപ്പം പിന്നെ കേൾക്കുന്നവർക്കും കുറഞ്ഞു പോകില്ലേ. അപ്പം നമ്മളെ സാബുവിൻ്റെയും ശാലിനിൻ്റെയും കഥയാണ്. അങ്ങനെ അവർ പിന്നെ രണ്ടാളും പിണങ്ങി നിൽക്കുന്ന സമയത്ത് ഇണങ്ങാൻ വേണ്ടിയിട്ട് റൂമിൽ കയറിയതല്ലേ. പിന്നെ ശാലിനി സാബുവിന് പിന്നെ ഓളെ ഏട്ടനും അവനും കൂടി കിടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ശാലിനിക്ക് ഒരു അവസരം കൊടുത്താൽ മിണ്ടാൻ വേണ്ടിയിട്ട്. ഇവർ മിണ്ടിയാലേ കല്യാണം ഹാപ്പി ആയിട്ട് നടക്കുള്ളൂ. നമ്മളെ ബാബുവിൻ്റെ കല്യാണമല്ലേ. അപ്പം എൻ്റെ കഥ കേൾക്കുന്നവർക്ക് അറിയാം. ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതെന്ത് ഏത് ഒരു എത്തും പിടി ഉണ്ടാവില്ല. ഈ കഥ തുടർന്ന് കേൾക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇവള് പിന്നെ സബുൻ്റെ കൊല്ലിയൊക്കെ പിടിച്ച് നെക്കി ഏകദേശം പരുവായി കുത്തി ഇഞ്ചി ചതച്ച് അവസാനം അവന് അവളോട് ഭയങ്കര പ്രണയമാണല്ലോ. പക്ഷെങ്കിൽ ഓൾ അത് പറഞ്ഞ വിഷമം കൊണ്ടാണ് അവൻ പിണങ്ങി നിന്നത്. അപ്പം ഇനി നമ്മളെ കല്യാണം മുന്നോട്ട് പോകുമോയെന്ന് അറിയില്ല. നമ്മൾക്ക് ഒരുമിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അവളെ അച്ഛന് വയ്യാതെയപ്പോൾ ആസ്പത്രിയിൽ നിന്ന് പറഞ്ഞത് കാരണമാണ് സാബുവിന് ഇത്ര ഒരു നിമിഷം പോലും ശാലിനി അങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കാൻ അവനോട് പാടില്ല എന്നാണ് അവൻ്റെ നിഗമനം. അങ്ങനെ അവൾ പറയും സാബു അങ്ങനെ അവർ ഏട്ട വരടി പിന്നെ നീക്കിടി എന്ന് പറയുമ്പോൾ പറയും ഏട്ട എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത് തന്നെയാണ് മിണ്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ പിന്നെ സാബുവിനെ ഹാപ്പി ആയല്ലോ. നമ്മളെ വേണുവിൻ്റെ സമ്മതത്തോടു കൂടിയാണ് അവൾ ഇവിടേക്ക് വന്ന് കഥ കടച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ വേണുവിനെ അറിയാം അവൻ നല്ലൊരു ചെക്കനാണ്. അങ്ങനെ ഇനിയിപ്പോൾ കഥ കടച്ച ഒരു ഇച്ചിരി നേരം വർത്താനം പറഞ്ഞ് വിചാരിച്ചിട്ട് ഒന്നും നടക്കൊന്നുമില്ല. അത്രയ്ക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ പിന്നെ ഇവള് പറയും എത്ര എന്നെ വേദനിപ്പിച്ച് ഇനി എത്ര വിഷമിച്ച് സാബുവിനെ എത്ര വിഷമിച്ച് സാബുവിന് എന്നോട് ഇഷ്ടമില്ലേ. സാബു ഇങ്ങനെ എടുത്തേക്ക് ചെന്നപ്പോൾ ഓനാണെങ്കിൽ കുട്ടിക്കൂറൻ്റെ മണം ഓളമാണ് എല്ലാം കൂടി ഓനത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച മാതിരി. അപ്പോൾ അങ്ങനെ ഓളെ കഴുത്തിലൂടെ ഇങ്ങനെ കൈയിട്ട് പിടിച്ച പോലെ എടി അന്നെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ എനിക്ക് അന്നെ പിന്നെ വെറുക്കാനോ മറക്കാനോ ഇഷ്ടക്കുറവുണ്ടാവുമോ, ഈ ജന്മത്തിൽ ഇഷ്ടക്കുറവുണ്ടാവുമോ? എനിക്ക് ആകെ ഒരു പെണ്ണിനോടുള്ള ഇഷ്ടവും മമതിയൊക്കെ തോന്നിയ നിന്നോടല്ലേ. പിന്നെ നിന്നെ അത്ര എനിക്ക് ഇഷ്ടമല്ലടി. അതുകൊണ്ടല്ലേ സാബു ഇങ്ങനെ പാവമായിട്ട് ജീവിക്കണത്. അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ എന്നോടിങ്ങനെ ഇഷ്ടക്കുറവ് കാട്ടി തന്നെ എടുത്തേക്ക് വരും. പറയും എടി എന്താണ് ഈ സ്മെല്ല് തന്നെ. അപ്പോൾ പറയും സ്മെല്ല് ഇതൊന്നും വേണ്ടേനല്ല. അപ്പോൾ ആര് പറഞ്ഞടി ഈ സ്മെല്ലാണടി എന്നെ ജീവിപ്പിക്കണം. അല്ലെങ്കിൽ ജീവിച്ചില്ല ഇത്രയും കാലം. അല്ലെങ്കിൽ ഞാൻ ആയി പോയി അങ്ങനെ ഒരു ജീവിതം അങ്ങനെ ജീവിച്ച് തീർക്കല്ലേ. അതല്ലല്ലോ എൻ്റെ ശാലിനി കുട്ടീൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള പിന്നെ അമിതമായ ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ തുപ്പായിക്കൊപ്പം മാറ്റി നമ്മൾ വായ അങ്ങനെ കുത്തിട്ട് മാറ്റി ഒരു തുപ്പായിപ്പോക്ക് പറയണേ. അപ്പം ചോദിക്കും ഇങ്ങനെ കൈ ഇങ്ങോട്ട് മാറ്റിട്ട് തുപ്പായി പോകണ്ടേ. പോകണം ദുബായിലൊക്കെ പോകണം. ഒരേടി 2 വർഷമൊക്കെ എങ്ങനെയടി ഞാൻ നിന്നെ പിരിഞ്ഞിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് പറയും 2 വർഷം
2 വർഷമല്ല 4 വർഷം പിണങ്ങി നിന്ന മാതിരിയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഈ 2 ദിവസം നീ നിൻ്റെ അടുത്ത് പിണങ്ങി നിന്നത്, നീ നിൻ്റെ അടുത്ത് പിണങ്ങിക്കരുതിട്ടോ. അപ്പം പറയും ഇനി ഞാൻ പിണങ്ങിക്കില്ലടി, എന്നോട് ഇമ്മത്തെ വർത്താനൊന്നും ഞാൻ പറയരുത്. പറയും ഇനി ഇങ്ങനത്തെ വർത്താനൊന്നും ഞാൻ പറയില്ല എൻ്റെ പൊന്നെ, എനിക്ക് പൂതി തീർന്ന് എൻ്റെ അടുത്ത് ഇനി ഇങ്ങനത്തെ സംസാരമൊക്കെ സംസാരിക്കാന്ന് പറയും. അപ്പടി ഇവൻ പറയും വളരെ എന്നാൽ ശരി പറഞ്ഞോളൂ. ഇങ്ങനെ എണീക്കും. അവൻ്റെ മേലിങ്ങനെ കിടന്നിട്ടാണ് അങ്ങനെ വളർന്നെടുക്കുക, ഇങ്ങനെ കിടന്നിട്ടാണ് സംസാരങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ. അപ്പം പറയും ഓളങ്ങനെ ചേർത്ത് 2 കൈ കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പറയും അവൻ പറയും നീക്കില്ലടി, അമർത്തിയോടെ വയ്ക്കും, നീക്കില്ലടി. പറയും ഏട്ടൻ എന്താ വിചാരിക്കും ഇതിലെ പറഞ്ഞ് ഏട്ടൻ്റെ സമ്മതത്തിൽ, ഏട്ടൻ്റെ സമ്മതം ഒക്കെ ഉണ്ട്. സമ്മതം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാനൊന്നുമില്ല, നമ്മൾ മിണ്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു പിന്നെ ഇതിട്ട് തന്ന് വിചാരിച്ചിട്ട് അത് തെറ്റായി അവർ നമ്മളെ ചിത്രീകരിക്കുന്ന രീതിയിൽ സമയം നേരം വെക്കാൻ പാടുണ്ടോ സാബു? നമുക്കൊരു വിലയും നിലയ്ക്കില്ലേ? അപ്പം പറയും എടി ഇച്ചിരി കൂടി, അല്ല എനിക്ക് വിലയും നിലയും വേണ്ട, സാബുവിന് ഇച്ചിരി വിലയും നിലയും വേണ്ട ഏട്ടൻ്റെ അടുത്ത്. അപ്പം പറയും ആ നന്ദിനി എന്താ വിചാരിക്കുള്ളൂ അറിയാം. അപ്പം പറയും നന്ദിനി ഒന്നും വിചാരിക്കില്ലടി, ഓരിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതെന്ത് പറയും, അവർ രണ്ടാളും ലവാടി. ആര്? നന്ദിനിയെ വേണമായിരുന്നു. ഒന്ന് പോ സാബു, എൻ്റെ ഏട്ടൻ അങ്ങനത്തെ ഒന്നും അറിയില്ല, എൻ്റെ ഏട്ടൻ അങ്ങനത്തെ ഒന്നും അറിയില്ല, പിന്നെ ആർക്കും അറിയാം. അപ്പോൾ അറിയും സാബുവിന് ഇങ്ങനെ ചെള്ളയൊക്കെ പിടിക്കാൻ മാത്രമുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് പറയും ഇതിന് എനിക്കറിയാം. പിന്നെ എൻ്റെ ഏട്ടനറിയാത്ത എൻ്റെ ഏട്ടനെ ഇഞ്ചക്ഷൻ അടിച്ച് ഞാൻ കയറ്റി വിട്ടിരിക്കണം. എന്ത് നന്ദിനിനെ ഇഷ്ടപ്പെട്ടോളം പറയും. അവന് വേണ്ടടി ഒരു ജീവിതം, അവന് വേണ്ട ഈ ചെറുപ്പങ്ങളൊക്കെ ആസ്വദിച്ച് പ്രണയിച്ച് സ്നേഹിച്ച് കല്യാണം കഴിക്കട്ടെ. ബാബേട്ടന് ഈ ഒരു അവസരമൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ? വേണേനെ പറ്റി എനിക്ക് ഒരു ചിന്ത ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ തെറ്റി പിരിഞ്ഞ് കുട്ടിക്കാലത്ത് പിരിഞ്ഞ് വെച്ച് കയറ്റി വിട്ടിരിക്കണം. എന്ത് നന്ദിനി എനിക്ക് ചേർന്ന പെണ്ണാണ്, നീ പ്രണയിച്ചിടാം, അവളെ തന്നെ കല്യാണം കഴിക്കണക്ക്. എന്തേ അവന് വേണ്ടടി പ്രണയമൊക്കെ? അവന് ഈ ചെറുപ്പത്തിൽ പ്രണയം അറിഞ്ഞ് സ്നേഹിച്ച് അവനൊന്ന് ആസ്വദിക്കട്ടെ ജീവിതം, എന്നിട്ട് കല്യാണം കഴിക്കട്ടെ. ഈ എൻ്റെ ബാബേട്ടന് അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ നന്നായി ഇഷ്ടപ്പെട്ട് ഇപ്പം അവരിത് കല്യാണം കഴിക്കണം. വേണേറിനെ പറ്റി എന്തടി ചിന്തിക്കാഞ്ഞത്? അതിനിപ്പോൾ ഈ കുട്ടിക്കാലത്ത് പിണങ്ങി നിന്ന സ്നേഹിതം നന്നാവേണ്ടി തന്നെ വന്നില്ലേ? തന്നെ സ്നേഹിതം കൊണ്ടുവന്നാണല്ലോ പെണ്ണിനെ, സ്നേഹിതൻ്റെ കുടുംബത്തിൽ നിന്ന്. ഒന്ന് സാബു, ഞാൻ എൻ്റെ ഏട്ടനൊക്കെ ബാബേട്ടൻ്റെ കഴിഞ്ഞാൽ വേണേട്ടനും ഞാൻ സെറ്റാക്കും. മണക്ക് ബ്രോക്കർ പണിയല്ലേ, ഒന്ന് പോടി അവിടുന്ന്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വെറുതെ ഓരോന്ന് പറയണ്ടട്ടാ. അമ്മായി ഒന്ന് കേൾക്കണ്ട, അമ്മായിക്ക് ഉറങ്ങാണ്ട്. അമ്മായി കേട്ടാലെന്താ? നല്ല ചെക്കനല്ലേ എൻ്റെ സ്നേഹിതം? നല്ല ചെക്കൻ തന്നെയാണ്. എന്നാൽ ശരി എണീക്കാറും പറയും. എണീക്കില്ലടി കാരണം പിന്നെ ഓനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഇവളെന്ത് ചെയ്യും? ഓനെ അങ്ങോട്ട് കൈയൊക്കെ പിടിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഇവളെ നീച്ച് കണ്ടിട്ട് വാതിൽ തുറക്കാൻ പോകും. അപ്പോൾ അവിടെ എന്താ നടക്കണതെന്നറിയാം. നമ്മളെ ശാലിനി ഇങ്ങനെ ഇവർ അങ്ങോട്ട് പോയ പഠനം നമ്മളെ നന്ദിനിക്കുട്ടി ഇങ്ങനെ അടക്കളവാതിൽക്ക് ഇങ്ങനെ ചാരിക്കും. അപ്പോൾ വേണു പുറത്തേക്ക് പോയതിനല്ലോ, ബാത്റൂമിലേക്ക് അവസരം കൊടുത്ത് കണ്ട് വെറുതെ ബാത്റൂം പോയി ഇങ്ങോട്ട് വന്നു. എന്താ നന്ദിനി? ഒന്നുമില്ല, ഒരു കള്ളത്തരൊക്കെ. നന്ദിനിക്ക് അറിയാം ഇവർക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ. നന്ദിനി ഇവളെ ശാലിനി ലാസ്റ്റ് പറയുന്നുണ്ട് അവളോട്. ഇവ ഇങ്ങനെ ഓരോ കൊഞ്ചലും കുഴയിലൊക്കെ കളിച്ച സമയത്ത് ഇവർ വിറക് വാങ്ങാൻ പോയ സമയത്ത് ഇവള് രണ്ടാളും സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾ എന്താ എപ്പോഴും സാബേട്ടനായിട്ട് തെറ്റിയിരിക്കണത്, എന്നോട് എന്തേ പറഞ്ഞപ്പോൾ ഒന്നുമില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ ആ മോതിരം ഊരി അവിടെ വെച്ചില്ലേ? അപ്പോൾ പറഞ്ഞു അവളെ മോതിരയാണ് കൈമൽ ഇവിടെ നിന്ന് കിട്ടിയതാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്തിനാ സാബേട്ട തെറ്റണം? അവിടെ ഞങ്ങൾ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ വളരെ നല്ല ഫ്രണ്ടൊക്കെ തന്നെയാണ്, പിന്നെ എന്തേ പണി? അവന് ഭയങ്കര ദേഷ്യമാണ് നന്ദിനി. ഞാനൊരു പറ്റാത്ത കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറ്റാത്ത കാര്യം? ഒന്നുമില്ല, എന്തോ ഉണ്ട്, പറയും അത് നന്ദിനിയോട് പറയാൻ പറ്റില്ല. പറയും എന്താ എന്നോട് പറയാൻ പറ്റായി? ഞാൻ അത്രയ്ക്ക് ചെറുതാണോ? പറയാം അതൊന്നല്ല. അപ്പോൾ നന്ദിനിക്ക് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്, സാപ്പേട്ടനെ ഇഷ്ടമാണ്. പറയാം സാബുവിന് ഇന്നും ഇഷ്ടമാണ്. ആണല്ലേ? എനിക്ക് തോന്നി. എങ്ങനെ തോന്നി? സാബേട്ടൻ ഇങ്ങനെ ഷാലിനെ ഇങ്ങനെ ചൂടാക്കി പറയുമ്പോൾ എനിക്ക് തോന്നി സാബേട്ടന് നല്ല ഇഷ്ടമുണ്ട് ഷാലിനെന്ന്. പറയാം ഞങ്ങൾ നല്ല ഇഷ്ടത്തിൽ തന്നെയാണ്, നമ്മൾ കല്യാണമൊക്കെ കഴിക്കും, സാബു ദുബായി പോയി വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഒരു വിറക്കിന് പോയ സമയത്ത്. ഇനി ഈ നന്ദിനീൻ്റെ മേലെ നന്ദിനിക്ക് അവനോടൊരു ഇഷ്ടങ്ങൾ ഉണ്ടായി കൂടാന്ന് വിചാരിച്ചിട്ട് അവൾ പറഞ്ഞു കൊടുത്തതാണ്.
സാബുവിന് വിശ്വാസക്കുറവൊന്നുമില്ല. സാബു എന്തായാലും ഇവളെ തന്നെ ഇഷ്ടപ്പെടുമോ, ഇവളെ തന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവള് പറയും, ഇവൾക്ക് ഇവർ രണ്ടാളും മതിലടച്ചിട്ട് പിന്നെ സംസാരിക്കുമ്പോൾ അപ്പോൾ ഇവള് പറഞ്ഞിട്ട് ഞങ്ങൾ പിണക്ക് എന്തെങ്കിലും ഒന്നൊന്ന് മാറ്റിക്കാണ്ടേ പറയാം, ഇന്ന് സാബു ഇവിടെ നിൽക്കാൻ മതിയോ, അപ്പോൾ പിണക്ക് മാറ്റാനുള്ള ഒരു അവസരം നോക്കി നിൽക്കുകയാണ് ഞാൻ. എന്തായാലും നിങ്ങൾ മിണ്ടിക്കൊണ്ട് ഇതൊക്കെ ഇവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ കഥയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല എന്നിട്ട് ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത്. അപ്പം നന്ദിനിക്ക് അറിയാം. അപ്പം നന്ദിനി ആ സന്തോഷത്തിൽ നിൽക്കുക. അവർ മിണ്ടാണല്ലോ, സാബുവിനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ വന്നാൽ ചോദിക്കും, നന്ദിനി എന്തേ പിന്നെ ശാലിനി ഇവിടെ വേറെ ചോദിക്കും. ശാലിനി അവിടെ ഉണ്ട് പിന്നെ വേണേട്ടാ ഒരു പഴമൊക്കെ എടുത്തതെന്ന് പറയും. അപ്പോൾ പറയും, എന്താ പഴം തെറ്റിനിപ്പോൾ? അല്ല കുഴങ്ങി വന്നല്ലേ, പിന്നെ സാപ്പിട്ട അവിലും വെള്ളമൊക്കെ കഴിച്ചില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ വേണേറെ അവർ രണ്ടാളും പിണക്കിയെനി തോന്നുന്നു. നന്ദിനി അവരൊന്ന് മിണ്ടട്ടല്ലേ. അപ്പോൾ പറയാം, അവർ മിണ്ടട്ടെ, പിണക്ക് മാറട്ടെ. അപ്പോൾ അവർ തമ്മിൽ എന്താ എന്നൊക്കെ. അപ്പോൾ അവൻ പറയും, അവർ തമ്മിൽ പ്രണയമാണെന്ന് പറയും നന്ദിനി എന്ന് പറയും. അപ്പോൾ ഒക്കെ ഒരു വല്ലാത്ത നാണം കുടുങ്ങി കാലോടൊക്കെ ഒരു ചിത്രമൊക്കെ വരച്ച് കണ്ടോളം ഇങ്ങനെ വാതിൽ കേട്ടില്ലിങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ ചോദിക്കുക, എന്തേ? ഒന്നുമില്ല. അപ്പോൾ അപ്പോഴേക്കും ഒരു ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ എല്ലായിടത്തിലും. ഇവരെ റൂമിലാണ് വലിയമ്മയോളം അമ്മയൊക്കെ കിടന്നുണ്ടാവും. ഇന്നതിൻ്റെ ശേഷമാണ് ഇവർ വന്നതിൻ്റെ ശേഷമാണ് നമ്മളെ ശാലിനീൻ്റെ അമ്മയൊക്കെ കിടന്നത്. അപ്പോൾ ഇവൻ പറയും, ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, അടുക്കളൊക്കെ നല്ല വെളിച്ചുണ്ട്, കല്യാണമായിട്ട് പിടിപ്പിച്ച. അപ്പോൾ ഇവൻ പറയും, നന്ദിനി ഇങ്ങോട്ട് വാനറിഞ്ഞാണ്ട് അവളെ ഒരു കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടിട്ട് ആ തണേൻ്റെ അവിടെ നിർത്തിയിട്ട് പറയും, എന്താ വേണേട്ടയ്ക്കോ നന്ദിനിക്ക് പ്രണയമുണ്ടോ? അപ്പോൾ പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്താ, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, നന്ദിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അറിയാം, എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല എന്നല്ല, ഞങ്ങൾ നാട്ടുമ്പോഴും അങ്ങനത്തെ സ്ഥലമല്ലേ, അവിടെ അങ്ങനത്തെ ആണുങ്ങളൊന്നും ഇല്ലയെന്നേ. അപ്പോൾ പിന്നെ അങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അടുത്തേക്ക് വെച്ച്, ഇനി അങ്ങനത്തെ ചിന്ത ഉണ്ടാവുമോ അറിയില്ല, ഇതുവരെ ഇല്ല. അപ്പം എന്നാ അങ്ങനത്തെ ചിന്ത ഉണ്ടായിക്കൂടെ? എങ്ങനെ? അപ്പോൾ പറയും, എനിക്കന്നെ ഇഷ്ടമാണ്. അപ്പോൾ പറയും, അയ്യോ എന്തേ ഇഷ്ടമല്ലേ? അത് നമ്മളാണ് പറയാ, നമ്മൾ വീട്ടുകാരൊക്കെ പറയാം. വീട്ടുകാരെ ഇഷ്ടം കൊണ്ടാണ് എല്ലാവരും ആദ്യം നമ്മൾ ഇഷ്ടപ്പെട്ട് നന്ദിനിക്ക് ഇന്നെ ഇഷ്ടമാണോ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ വീട്ടിലൊക്കെ ചോദിക്കില്ല, പിന്നെയല്ലേ. എന്നിട്ട് അപ്പോഴേക്ക് കല്യാണം കഴിക്കും. ഒരു കല്യാണം ഇപ്പം നടക്കാൻ പോകണമല്ലോ വേണേട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞാൽ ശാലിനീൻ്റെ കല്യാണമാണെന്നാണല്ലോ ശാലിനി പറഞ്ഞത്. ശാലിനീൻ്റെ കൂടെ എന്താക്കി കല്യാണം കഴിച്ചൂടെ? അപ്പോൾ കഴിക്കുക. എന്നിട്ട് നന്ദിൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ അറിയും, അതൊക്കെ അറിയില്ല, അതെനിക്കറിയില്ല. എന്നാൽ പിന്നെ അപ്പോൾ ആ പഴം എടുത്ത് കണ്ട് വന്ന് കൊടുക്കും, ഇത് തിന്നോ, ആ കൊട്ടയെന്ന് എടുത്ത് കണ്ട് ഇത് തിന്നോ വേണ്ട ആ പഴം ഒന്നിക്ക് വേണ്ട, ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞാൽ മതി അറിയാം. അപ്പോൾ പറയും, ഞാനെന്ത് പറയാനാ, എൻ്റെ വീട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടാലല്ലേ. എൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെടും. എനിക്കില്ലേ നന്ദിനി ഇങ്ങനെ പെൺകുട്ടികളോട് ഇങ്ങനെ വയ്യ വന്നുകൊണ്ട് യാചിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. കാരണം നമ്മളെ അത്ര സൗന്ദര്യമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് പെൺകുട്ടികൾക്ക് അത്ര വേഗം ഇഷ്ടപ്പെടില്ല എന്നൊക്കെ എനിക്കറിയാം. ആര് പറഞ്ഞേ? വേണേണ്ട നല്ല സൗന്ദര്യം ഉണ്ടല്ലോ. സൗന്ദര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, വീട്ടുകാർക്ക് വീട്ടുകാരുടെ ഇഷ്ടത്തിലൊക്കെ നീ ആരേച്ച കഴിച്ചോ, എന്നാൽ പിന്നെ ഞാൻ കുലായി പോയിക്കാം, ഈ ഒരു പെൺകുട്ടിയല്ലേ, ഈ ഇവിടെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അങ്ങോട്ട് നടക്കുമ്പോൾ കൈ പിടിക്കും പോലെ വേണ്ടട്ടാ. എന്തേ ഇച്ചിരി കൂടി വർത്താനം പറയും. ഇച്ചിരി കൂടി എന്ത് വർത്താനം പറയണ്ടേ? അനക്കിതൊന്നും പറ്റൂല. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. അപ്പടി എന്ത് ചെയ്യുന്നറിയോ, ഓളങ്ങനെ ഇങ്ങനെ എടുത്ത് കിടത്തണം അങ്ങോട്ട് എത്തിയിട്ട് പറയും, പിന്നെ എങ്ങനെയെന്നാണ് പറയണത് പറയും. അവർ വേണമായിട്ട് പഴം കഴിക്കും. അപ്പോൾ പഴം വാങ്ങിയിട്ട് പറയും, എനിക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ള അപ്പോൾ പറയുന്നത്. എന്നാലും ഞാൻ പഴം കഴിക്കുക, അല്ലെങ്കിൽ പഴം വേണ്ടാന്നറിയും. അപ്പോൾ എനിക്കിഷ്ടമാണ്. പിന്നെ എന്താ അത് പറഞ്ഞാൽ ഒറ്റയടിക്ക് പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞാൽ പെൺകുട്ടികൾക്കൊരു ഇതില്ലേ, അതൊരു എന്താ തന്നെ എന്താ പറയുക വേണേട്ടാ, അത് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊക്കൊരു വില ഇല്ലാത്തായിരിക്കും. ആര് പറഞ്ഞു വില ഇല്ലാത്തത്? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ. നിങ്ങളെ നാട്ടിൻപുറത്ത് അങ്ങനെയാണ്. നാട്ടിൻപുറക്കാരൊക്കെ അങ്ങനെയാണ്. എന്നാൽ ശരി പറയുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് എന്നറിയാമല്ലോ. കൈ പിടിച്ചിട്ട് അപ്പടി പഴം മേടിച്ച് കണ്ട് ഇങ്ങനെ തോലിഞ്ഞ് ഒരു കടിക്കുന്നത്. അപ്പോൾ വളരെ
വേണ്ട വേണേന്ന് പറഞ്ഞു. അല്ല ഈ കടിച്ചിട്ട് ആ പഴത്തിൻ്റെ ബാക്കിയൊക്കെ കടിക്കണം എന്ന് പറയും. അങ്ങനെ ഇവള് സാബുവിനെ അങ്ങോട്ട് തള്ളിയിട്ട് വാതിലങ്ങോട്ട് തുറന്ന് വന്ന് അടക്കളൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ എന്താ കാണുന്നത്, ഇവൻ നിർബന്ധക്കിന് അപ്പോൾ അവളെ ഒരു കടി അടിച്ചിട്ട് ഇനി വേണട്ടും കഴിക്കുന്നില്ല, വേണം കടി. അത് കണ്ട ശാലിനി ഇങ്ങനെ നിൽക്കുമ്പോൾ അവളറിയും, അവളിങ്ങനെ നിൽക്കും, ശാലിനി വേണ്ടിട്ടോന്ന് പറയും. അപ്പടി അവൾ ചാടി ഇറങ്ങും. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് എടി ആ പണിക്ക് മാറിയ. അപ്പോൾ അവളറിയാം ആ ഞങ്ങളെ പണിക്ക് മാറി. അപ്പടി സാബു ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറയും, അല്ല നമ്മളെ പണിക്ക് മാറി, നിങ്ങളിവിടെ ലവ് ആയോ എന്നൊക്കെ. അപ്പടി നന്ദിനി ഇങ്ങനെ കണ്ടുപറ്റി ഇങ്ങനെ ചിരിക്കിട്ടോ. അപ്പോൾ ഇവർ എല്ലാവരും രണ്ടാളും ഹാപ്പി ആയിട്ടോ. അപ്പോൾ പിന്നെ സാബു എങ്ങനെയുണ്ട് പിന്നെ നന്ദിനി, നമ്മളെ സ്നേഹിതനെ ഇഷ്ടപ്പെട്ട? ഒന്ന് പോവാ സാബേട്ട. എന്താ ഇപ്പോൾ ഇവിടെ നടന്നു? ഇവിടെ ഒന്നും നടന്നില്ല. അതെനിക്ക് അറിഞ്ഞേ പറ്റും, എന്താ ഇപ്പോൾ ഇവിടെ നടന്നു? അപ്പോൾ പെണ്ണ് പറയും, നമ്മളല്ലല്ലോ വായിലടിച്ചിട്ടിരുന്നത്, വായിലടിച്ചിട്ടടുത്ത് എന്ത് നടന്നെന്ന് പറഞ്ഞാൽ മതില്ലേ. എടാ അവള് മോശമില്ല കേട്ടോ, നമ്മളെ പറ്റി അപവാദം. അയ്യോ അപവാദമൊന്നും പറഞ്ഞില്ല കേട്ടോ, ഞങ്ങളോട് ഇങ്ങനെ കളിയായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ കളിയായിട്ട് ചോദിച്ചു പറഞ്ഞതാ. ആ ശരി ശരി. അപ്പോൾ വീണ് രണ്ടാളും പിടിച്ചും കണ്ട് ഉണ്ടു. അപ്പോൾ വായിലടിച്ചിട്ട് കിടന്നോളി ഇതൊക്കെ കണ്ട് ഞങ്ങൾക്ക് നേരത്തെ നീച്ച് പോകണ്ടാന്ന് ഓരോ വായിലടിച്ചിട്ടിട്ട് ഒരു രണ്ടാളും പെൺകുട്ടികളെ രണ്ടാളും സുഖമായിട്ട് കിടന്നുറങ്ങണേ. ഇവർ ഇവിടെ കിടന്നുറങ്ങിയിട്ട് പുലർച്ചയ്ക്ക് നീച്ചിട്ട് ഉറക്കില്ല രണ്ടാക്കും, കെട്ടിപ്പിടിച്ചൊക്കെ കിടന്ന് സന്തോഷമായിട്ട് അങ്ങനെ അവർ നേരത്തെ നീച്ച് സാബു പറയുമ്പോൾക്ക് മീനൊക്കെ വാങ്ങി വന്നിട്ട് കുളിക്കടാറ്. അപ്പോൾ അമ്മനെ വിളിക്കണ്ട, അമ്മനെ വിളിക്കേണ്ട, ഒരു കട്ടൻ കാപ്പി അത് ഞാൻ തപ്പിച്ചോളാറിനോ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇവർ ആട്ടി തണിച്ച് കുടിക്കുന്ന സമയത്ത് ഒരു പഴം എടുത്തെന്ന് പറഞ്ഞാൽ സാബു ഒരു പഴം എടുത്ത് തന്ന്. അപ്പോൾ അമ്മ നീച്ചിരിയോ എൻ്റെ മക്കളെ നീച്ചാൽ അമ്മ ഇച്ചിരി കൂടി കിടന്നു. അപ്പോൾ സാബു അമ്മ ഇച്ചിരി കൂടി കിടന്നു, ഇന്നൊന്നും നീ റെസ്റ്റ് ഇല്ലാത്തതാണ്, ഞങ്ങൾ വരുമ്പോഴത്തേനെ നീച്ചാൽ മതി. അയ്യോ കാപ്പി കുടിച്ച മക്കൾ, ആ കാപ്പി കുടിച്ച് അമ്മ കിടന്നോന്നറിയാം. അങ്ങനെ അമ്മ വാതിലടച്ചാളെന്നറിയാം. അങ്ങനെ മക്കൾ പോയാൽ വാതിലടച്ചിട്ടിട്ട് അമ്മ ഇത്തിരി കൂടി നമുക്ക് കിടക്കാൻ തോന്നില്ല. ഇത്ര സ്നേഹമുള്ള സാബുവിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കരുത്, സാബുവിനെ തന്നെ വേണം മരുമകനായിട്ട് ആ അമ്മയ്ക്ക് തോന്നട്ട. അപ്പോൾ നമ്മളെ കഥ ഇവിടെ നിർത്തട്ട. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് സമയം ഒരു ടാറ്റ പറയാൻ വരുമോ? ടാറ്റ പറയും. നമ്മളെ താറ്റയും പിന്നെ ഉമ്മയും ടാറ്റ തന്നെ. അപ്പം ടാറ്റാ ലവ് യു. ഉമ്മ ചക്കരമ്മ പഞ്ചാരമ്മ. ഇന്ന് നമ്മൾ ടൗണിലൊക്കെ പോയി വിഷക്കല്ലേ മോളൊക്കെ വാങ്ങിച്ചു തന്നേക്കണം. പിന്നെ എനിക്കൊന്നും ഞാൻ വാങ്ങിച്ചില്ല, മോള് വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ ഉണ്ണിയേട്ടനും മോള് ഷർട്ടൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അപ്പൂന് ഡ്രസ്സൊക്കെ വാങ്ങി. അങ്ങനെയൊക്കെ അപ്പൂന് ഒന്നേറെ പിന്നെ അവൻ്റെ ഓഫീസിലേക്ക് വേണ്ട പാൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ വെറും ജീൻസും അങ്ങനെ കണ്ടതൊക്കെ വാങ്ങും. അപ്പോൾ ഓഫീസിലിടുന്ന പാൻറ് ഉണ്ടല്ലോ അത് കുറവേനു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഷർട്ടൊക്കെ വാങ്ങിച്ച്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരു ലൂസ് പാൻറ്റ് അന്നും വാങ്ങിച്ചിന്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയി വന്നിട്ടാ. ടാറ്റാ ലവ് യു. ചക്കരമ്മ പഞ്ചാരമ്മ. ബൈ. ഗുഡ്